ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു 5 ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ശരൺ പ്ലേസ് എ ഫുട്ബോൾ. ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യാനാണ്. എല്ലാവർക്കും പരിചയമുണ്ടായി. എങ്ങനെയാണ് ഇതിന്റെ ആൻസർ നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കേണ്ടതുണ്ട്. ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ടാഗ് നിർമ്മിക്കാൻ ഓക്സിലറി വെർബ് വേണം. അപ്പോൾ നമുക്കിവിടെ ഓക്സിലറി വെർബ് ഇല്ല. ഇവിടെ ഉള്ളത് പ്ലേസ് എന്ന വെർബാണ്. ഈ വെർബ് എന്നത് ഡസ് ഫോം വെർബാണ്. ഡസ്. അതിനാൽ ഇവിടെ നമ്മൾ ഡസ് ആഡ് ചെയ്യണം. ഡസ്. ഇനി ഈ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നോട്ട് ചേർക്കണം. അങ്ങനെ വരുമ്പോൾ ഡസിന്റെ ശരൺ എന്നത് നെയ്മാണ്. ഇവിടെ നമുക്ക് വരേണ്ടത് പ്രോനൗൺ ആണ്. അവിടെ നമ്മൾ ശരൺ എന്നായതുകൊണ്ട് കീ എന്ന് ഉപയോഗിക്കണം. ഡസിന്റെ കീ. ഇതാണ് ആൻസർ. They danced well. അടുത്തൊരു ചോദ്യമാണ്. അവിടെ ഈ ഓക്സിലറി വെർബ് നമ്മൾ നേരിൽ നോക്കുമ്പോൾ കാണാനില്ല. അതുകൊണ്ട് ആ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഡാൻസ് എന്ന് പറയുന്ന വെർബ് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഡിഡ് പ്ലസ് ഡാൻസ് ആണ്. അതാണ് അവിടുത്തെ ഓക്സിലറി. ഏതാ? ഡിഡ്. അപ്പോൾ ഇവിടെ ആൻസർ എഴുതേണ്ടത് എന്താ? ഡിഡിനോട് നോട്ട് ഇവിടെ ചേർക്കണം. കാരണം എന്താ? ഇവിടുത്തെ ഈ സെന്റൻസ് പോസിറ്റീവ് കിടക്കുന്നത് കൊണ്ട് നെഗറ്റീവ് ആഡ് ചെയ്യണം. അപ്പൊ ഡിഡിന്റെ ദേ എന്ന ആ പ്രോനൗൺ ആഡ് ചെയ്യണം. Then I will pay for it എന്നാണ് ക്വസ്റ്റ്യൻ. I will pay. ഇവിടെ ഇതെന്താ? പോസിറ്റീവിലാണ്. ഇവിടെ എന്തുണ്ട്? ഓക്സിലറി വെർബ് ഉണ്ട്. ഈ ഓക്സിലറി ഇപ്പുറത്തേക്ക് വരണം. ഇല്ലെന്ന് പറയുന്ന പോസിറ്റീവ് നെഗറ്റീവിലേക്ക് മാറ്റുമ്പോൾ വോണ്ട് എന്ന് എഴുതണം. എന്തെഴുതണം? വോണ്ട്. ഇതിന്റെ നെഗറ്റീവ് ആണ് വോണ്ട്. ഐ എന്ന സബ്ജക്ട് ഉപയോഗിക്കുക. വോണ്ട് ഐ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? They stood first in the class. They stood. stood എന്നതാണ്. ഇവിടെ ഈ വെർബ് പാസ്റ്റ് ടെൻസ് ആണ്. അതിനാൽ did എന്ന് പറയുന്ന ഓക്സിലറി ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ആൻസർ എഴുതണം. did. ഇവിടെ ഈ സെന്റൻസ് എന്താണ്? പോസിറ്റീവിലാണ്. അതിനാൽ നെഗറ്റീവ് ആഡ് ചെയ്യുക. ഡിഡിന്റെ പിന്നെന്താ? ഹി എന്ന പ്രോനൗൺ ആവർത്തിക്കുക. നെക്സ്റ്റ്, എവരിവൺ പ്ലേസ് എ ഡ്രാമ. ഇവിടെ എന്താ പ്രത്യേകത? എവരിവൺ എന്നാണ് സബ്ജക്റ്റ് വന്നത്. അങ്ങനെ വരുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ ദേ എന്ന പ്രോനൗൺ ഉപയോഗിക്കണം. ഇനി ഇവിടുത്തെ വെർബ് നോക്കാം. വെർബ് ഏതാ? പ്ലേസ് എന്നതാണ്. ഇത് സിംഗുലർ വെർബാണ്. അതിനാൽ ഡസ് എന്ന വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഡസ് എന്ന് ഉപയോഗിച്ചാൽ നമുക്ക് അടുത്തുള്ള സബ്ജക്ട് വേണ്ട ദേ ആണ്. അപ്പോൾ ഡസ് ദേ എന്ന് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഡസ് എന്ന ആ സിംഗുലർ മാറി ഇവിടെ ഡു എന്ന പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഡു. അതിനോടൊപ്പം നോട്ട് ചേർക്കുക. അപ്പോൾ ഡോണ്ട്. എന്താ പറയണ്ടേ? ഡോണ്ട് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ ഡസ് എന്ന് എഴുതാൻ പാടില്ല. അതിന് കാരണം എന്താ? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് പ്രോനൗൺ ഏതാ? ദേ എന്നാണ്. അതിനാൽ ഡോണ്ട് എന്ന് ഉപയോഗിക്കണം. പക്ഷെ ഇവിടുത്തെ വെർബ് എന്താ? സിംഗുലർ ആണ്. ഇവിടെ എന്ത് ചെയ്യണം? ഡോണ്ട് എന്ന് എഴുതുക. നെക്സ്റ്റ്, they should keep a pen. ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ട്. എന്താണത്? ഷുഡ് എന്നതാണ്. ആ ഷുഡ് അതുപോലെ തന്നെ ഉപയോഗിക്കാം. ഷുഡ്. ഇനി ഇവിടെ സെന്റൻസ് പോസിറ്റീവിലാണ്. അതിനാൽ ഇവിടെ നെഗറ്റീവ് ഉപയോഗിക്കുക. ഷുഡിന്റെ. ഇനി ഇവിടെ സബ്ജക്ട് ഏതാ? ദേ എന്ന പ്രോനൗൺ ആണ്. ഇവിടെ ദേ അതുപോലെ തന്നെ ഉപയോഗിക്കുക. ഇതാണ് ഇവയുടെ ആൻസർ. പറഞ്ഞു മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ടാഗ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യേണ്ടത്. എല്ലാവരും ഇംഗ്ലീഷ് വിത്ത് SK എന്ന ഈ ചാനൽ കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് രേഖപ്പെടുത്തുകയും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യുക എന്ന അഭ്യർത്ഥനയോടെ എല്ലാവരും ഈ ക്ലാസ് ശ്രദ്ധിച്ച് പഠിക്കണം. പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് നേടാൻ സഹായിക്കും. എല്ലാവർക്കും താങ്ക്സ്.